ഇപ്പോൾ വാർത്തകളിൽ നിർബന്ധിത ഗർഭധാരണവും ഗർഭഛിദ്രവും നിറയുമ്പോൾ അത്ര പരിചിതമല്ലാത്ത പക്ഷേ സെക്ഷൽ സൈക്കോളജിയിൽപ്പെട്ട ഏറെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ നെറ്റിസൺസിനിടയിൽ ചർച്ചയാകുന്നുണ്ട്. ഇംപ്രഗ്നേഷൻ ഫെറ്റിസിസം, സ്റ്റെൽത്തിങ് എന്നിവയാണ് ഈ വാക്കുകൾ. ഒരു വ്യക്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഗർഭധാരണം സാധ്യമാകുമെന്നത് ഒരു ഉത്തേജനമായി മാറുന്ന അവസ്ഥയാണ് ഇംപ്രഗ്നേഷൻ ഫെറ്റിഷിസം. അതായത് പാർട്ട്ണറിനെ ഗർഭിണിയാക്കാമെന്ന ചിന്തയിലൂടെ ഇറോട്ടിക് പ്ലഷർ ലഭിക്കുന്ന അവസ്ഥ. സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ പ്രഗ്നൻസി ഫാന്റസികൾ കാണപ്പെടാമെങ്കിലും പഠനങ്ങൾ അധികവും ഇംപ്രഗ്നേഷൻ ഫെറ്റിഷിസത്തെ ഒരു പുരുഷ മാനസികാവസ്ഥയാണ് വിലയിരുത്തുന്നത്. പങ്കാളിയെ ഗർഭിണിയാക്കാമെന്ന ആശയം ഇത്തരത്തിലുള്ളവർക്കൊരു കിങ്ക് അഥവാ അവരെ ഡ്രൈവ് ചെയ്യുന്ന ഒരു സെക്ഷൽ ഫാന്റസിയാണ്. ഗർഭധാരണം സംഭവിക്കാനുള്ള സാധ്യത, അതിന്റെ റിസ്ക്, അല്ലെങ്കിൽ പങ്കാളിയെ നിയന്ത്രിക്കാമെന്ന ഒരു കൺട്രോൾ ഫാന്റസി, ഇവയാണ് ഇതിനു പിന്നിലെ പ്രധാന ട്രിഗറുകൾ. മനഃശാസ്ത്രപരമായി ഇത് ഡോമിനൻസ് ഫാന്റസീസ്, റിസ്ക് ബേസ്ഡ് ഇറൗസൽ, ഇവല്യൂഷണറി ഇമ്പൾസീസ്, ഇന്റിമസി ക്രേവിംഗ്സ് തുടങ്ങിയ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗർഭമുണ്ടാക്കാനുള്ള കഴിവ് വിജയത്തിന്റെ തെളിവാണെന്ന തെറ്റിദ്ധാരണ പലർക്കും ഈ അവസ്ഥയ്ക്ക് കാരണമാകും. പുരുഷന്മാർക്കായി ലക്ഷ്യമിട്ട് നിർമ്മിച്ച ബ്രീഡിംഗ് കിങ്ക് പോൺ വിഭാഗങ്ങളും ഇതിലേക്ക് നയിക്കുന്നുവെന്ന് മനഃശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. പങ്കാളിയെ ഗർഭിണിയാക്കാമെന്ന തോന്നൽ ഒരു കിങ്കായി പലർക്കും തോന്നുമെങ്കിലും ഭൂരിഭാഗം പേർക്കും ഇതിനെ ഫാന്റസി ലെവലിൽ മാത്രം നിലനിർത്താനാകും. പക്ഷേ ഈ തോന്നലിനെ യഥാർത്ഥ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഇവിടെ കൺസെന്റ് ആണ് നിർണായകം. നിങ്ങളിൽ നിന്ന് ഗർഭം ധരിക്കാൻ പങ്കാളിയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ പലർക്കും പങ്കാളിയെ മാനിപ്പുലേറ്റ് ചെയ്തും പാർട്ട്ണറിന്റെ സമ്മതമില്ലാതെ കോൺട്രാസെപ്ഷൻ ഒഴിവാക്കാൻ സമ്മർദ്ദം ചെലുത്തിയും പാർട്ട്ണർ അറിയാതെ ലൈംഗിക ബന്ധത്തിനിടെ കോൺട്രാസെപ്റ്റീവ് മാർഗങ്ങൾ ഒഴിവാക്കിയുമൊക്കെ ഈ കിങ്ക് സാധ്യമാക്കാനാകുന്നു എന്നുള്ളതാണ് ഭൂരിഭാഗം പഠനങ്ങളും. പങ്കാളിയുടെ ഇത്തരം പ്രവൃത്തികൾ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിലേക്ക് നയിക്കും. അതായത് റിലേഷൻഷിപ്പിന്റെ മറ്റേ അറ്റത്ത് നിൽക്കുന്നയാൾ ഒരു വിക്ടിമായി മാറുമെന്ന് സാരം. ഇവിടെ പങ്കാളിക്കുണ്ടാവുന്ന ആഘാതങ്ങൾ വളരെ ഗുരുതരമാണ്. അയാൾക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത് ഗർഭം ധരിക്കേണ്ടി വരിക, അതിന്റെ എല്ലാ ശാരീരിക മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോവുക, പങ്കാളിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുക, ഇമോഷണൽ സ്ട്രെസ്, ട്രോമ, റിലേഷൻഷിപ്പ് ഇംബാലൻസ് തുടങ്ങി ഭീകരമായ അവസ്ഥകളിലൂടെയാണ് ഇംപ്രഗ്നേഷൻ ഫെറ്റിഷിസം ഉള്ള ഒരാളുടെ പാർട്ട്ണർ കടന്നു പോവുക. പുരുഷത്വം, ശക്തി, പ്രത്യുത്പാദനശേഷി, സെക്ഷൽ ഡോമിനൻസ് എന്നിവയെക്കുറിച്ചുള്ള സമൂഹം വളർത്തുന്ന ധാരണകൾ ഇത്തരം ഫെറ്റിഷുകൾക്ക് കാരണമാകുന്നുണ്ട്. ഒരു ലൈംഗിക ബന്ധം ഇരുവരും സമ്മതിച്ച വ്യവസ്ഥകളിലാണ് ആരോഗ്യകരമാകുന്നത്. അതിൽ പ്രഗ്നൻസി റിസ്ക് കൊണ്ടുവരുമ്പോൾ ഫെറ്റിഷിസം ഉള്ളയാൾ ചെയ്യുന്നതെല്ലാം പാർട്ട്ണറിന്റെ സുരക്ഷ, സ്വാതന്ത്ര്യം, അവകാശങ്ങൾ എന്നിവ ലംഘിക്കുന്ന പ്രവൃത്തികളായി മാറുന്നു. ഇംപ്രഗ്നേഷൻ ഫെറ്റിഷിസത്തിനൊപ്പം പലപ്പോഴും ഉയർന്നു വരുന്ന മറ്റൊരു അപകടകരമായ പ്രവൃത്തിയാണ് സ്റ്റെൽത്തിങ്. സ്റ്റെൽത്തിങ് എന്നത് ലൈംഗിക ബന്ധത്തിനിടെ പാർട്ട്ണർ അറിയാതെയോ സമ്മതിക്കാതെയോ കോണ്ടം നീക്കം ചെയ്യുന്നതാണ്. ചിലപ്പോൾ കോണ്ടം നടുവിൽ കീറുകയോ ഉപയോഗിച്ചതുപോലെ നടിക്കുകയോ ഒക്കെ ചെയ്ത് പാർട്ട്ണറിനെ പ്രഗ്നൻസി റിസ്കിലേക്ക് അറിഞ്ഞുകൊണ്ട് തള്ളിവിടുന്നതാണിത്. പല രാജ്യങ്ങളിലും നോൺ കൺസെൻഷ്വൽ സെക്ഷൽ ആക്ടായി സ്റ്റെൽത്തിങ്ങിനെ കണക്കാക്കി നിയമപരമായി സെക്ഷൽ അസോൾട്ട് ക്രൈമിൽ ഉൾപ്പെടുത്താറുണ്ട്. STI, HIV ഇൻഫെക്ഷൻസ്, അൺവാണ്ടഡ് പ്രഗ്നൻസി എന്നിവയുടെ അപകട സാധ്യത പാർട്ട്ണറിനുണ്ടാകുമ്പോൾ ഇത് പീഡന രീതിയാണെന്ന് ആധുനിക സമൂഹം അംഗീകരിക്കുന്നു. സ്റ്റെൽത്തിങ്ങിനും ഇംപ്രഗ്നേഷൻ ഫെറ്റിഷിസത്തിനും പിന്നിൽ ഒരു പൊതുവായ മനഃശാസ്ത്രമുണ്ട്: പവർ ഇംബാലൻസ്. മറ്റൊരാളുടെ ശരീരത്തിൽ, ജീവിതത്തിൽ, റീപ്രൊഡക്റ്റീവ് റൈറ്റ്സിലും അവകാശങ്ങളിലും നിയന്ത്രണം സ്ഥാപിക്കാനുള്ള മനോഭാവമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കൂടാതെ പോൺ ഇൻഫ്ലുവൻസും വളരെ പ്രധാനമാണ്. ബ്രീഡിംഗ് കിങ്ക്, ഫോഴ്സ്ഡ് ഇംപ്രഗ്നേഷൻ പോലുള്ള പോൺ കാറ്റഗറീസും ശക്തമായി നോർമലൈസ് ചെയ്ത സാഹചര്യം നിലവിലുണ്ട്. ചിലരുടെ ചൈൽഡ്ഹുഡ് ട്രോമ, കൺട്രോൾ ഇഷ്യൂസ്, ഇൻസെക്യൂരിറ്റി, അറ്റാച്ച്മെന്റ് ഫിയേഴ്സ് എന്നിവയും ഇത്തരം ഫാന്റസികളെ ശക്തമാക്കാം. എന്നാൽ ഇതെല്ലാം കാരണം പറഞ്ഞ് പാർട്ട്ണറിന്റെ സമ്മതവും ശാരീരിക സുരക്ഷയും ലംഘിക്കുന്നത് ന്യായീകരിക്കാനാവില്ല. എന്നാൽ ഇതൊന്നും ഒരു പരിഹാരമില്ലാത്ത അവസ്ഥയല്ല. കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, സെക്സ് തെറാപ്പി, ട്രോമ കൗൺസിലിംഗ്, കപ്പിൾസ് തെറാപ്പി എന്നിവ വഴി ഈ പെരുമാറ്റ പാറ്റേൺ മാറ്റാനും നിയന്ത്രിക്കാനും കഴിയും. പങ്കാളികൾ തമ്മിലുള്ള തുറന്ന സംസാരവും പ്രധാനമാണ്. സെക്ഷൽ സൈക്കോളജിയിൽ ഓരോ ഇഷ്ടത്തിനും ഓരോ വ്യക്തിഗത ചരിത്രമുണ്ട്. പക്ഷെ അതെല്ലാം കൺസെന്റ്, സേഫ്റ്റി എന്നീ രണ്ട് കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. അവ ഇല്ലാതാകുമ്പോൾ ഏതൊരു കിങ്കും പീഡനമായി മാറുന്നു. ഓർക്കുക, ബന്ധങ്ങളെ ആരോഗ്യകരമാക്കുന്നത് ഇന്റിമസി അല്ല, ട്രസ്റ്റ് ആണ്. അത് സംരക്ഷിക്കണം, റെസ്പെക്ട് ചെയ്യണം.